സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുദിച്ചിടണ്ടേ ഒരു വരമത്തു സിനിമ സിനിമ തുടക്കത്തിൽ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുട്ടി ചാടിക്കേറാം താരക്കൂട്ടത്തിൽ നീയും കേറിക്കൂടണ്ടേ അമ്മാനെ തേടി പാറിപ്പോകണ്ടേ സിനിമ മാച്ചിരിമ സിനിമ മാച്ചിരിമ എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമാ സിനിമ ചിരിമ. എല്ലാ പ്രേക്ഷകർക്കും ഭീമ സിനിമ ചിരുമയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. ഇന്നൊരു പാവം ചിരിയുടെ പുണ്യാളനാണ് നമുക്ക് ഭീമ സിനിമ ചിരുമയിൽ അതിഥിയായിട്ട് വരുന്നത്. പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എവിടെയും പ്രിയ താരം ജയസൂര്യ. ഭീമ സിനിമ ചിരുമയിലേക്ക് വളരെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം ജയസൂര്യ. മൈക്കിൾ ഏലിയസ് ജാക്സൺ ഏലിയസ്. ഹലോ. എന്റെ ഡാഡി. ഓ അൺബിലീവബിൾ. അതെ, ആർട്ടിക്കിളാണോ വീട്? തൽപ്രകശിയല്ല. എന്നെ ചീത്തയായിക്കൂ, ഞാനൊന്നും പറയത്തില്ല. എന്തു പറ്റി? മേലാലികയാണ്. അഞ്ജനശീലയിൽ ആദിപരാശക്തി. ഭീമാ സിനിമ ചിരിമ. ഞങ്ങൾ ആദ്യമായിട്ടൊരു ചെറിയ ഒരു മിമിക്സ് ഗാനമേള, ഒരു 4 പേര് ചുമ്മാ ഒന്ന് പാടാം. അതായത് ഇൻസ്ട്രുമെൻസിൻ്റെ വോയിസ് ഇവർ ഇത് ചെയ്യും, ഞാൻ ചുമ്മാ പാടാം. ഒരു റിഹേഴ്സലില്ല, ഒന്നുമില്ല കേട്ടോ. ഇത് ഒരു ചങ്കുറ്റത്തിൻ്റെ പുറത്താണ്. ഈ പാട്ട് ആദ്യമായിട്ട് നമ്മളിവിടെ റിഹേഴ്സൽ. അതെ. கண்ணை கலைமானே கன்னிமயிலன் கண்டே நுனை நானே. கண்ணை கலைமானே கன்னிமயிலன் கண்டே நுனை நானே. அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனை இதைதான் கேட்கிறேன். ராரிராரோ ராரிரோ ராரிராரோ ராரிரோ. கண்ணை கலைமானே கன்னிமயிலன் கண்டே நுனை நானே. பந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனை இதைதான் கேட்கிறேன். ராரிராரோ ராரிரோ ராரிராரோ ராரிரோ. ஊமை என்றால் அதிலொரு அமைதி, பேதை என்றால் அதிலொரு அமைதி. நீயோ கிளிப்பேடு பண்பாடும் ஆனந்த குயில் பேடு. ஏனோ தெய்வம் சரி செய்தது, பேதை போல விதி செய்தது. கண்ணை கலைமானே கன்னிமயிலன கண்டே உனை நானே. பகலுனை நான் பார்க்கிறேன், ஆண்டவனை இதைதான் கேட்கிறேன். ராரிராரோ ராரிரோ ராரிராரோ ராரிரோ.
ജയസൂര്യ മിമിക്രി അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ആരെയൊക്കെയാണ് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്താ പറയാ ലാലുച്ചായനെ കഴിയില്ലേ? എം എസ് ചേട്ടന്, ലാലുച്ചായന്, ലാലു അലക്സിന്, പിന്നെ മധുസാറിന്, അങ്ങനെയൊക്കെ കുറച്ച് പേരാണ് ഇമിറ്റേറ്റ് ചെയ്തിരുന്നത്. ആണ് എൻ്റെ ശബ്ദം അനുകരിക്കുക. ഭീമ സിനിമാ ചിരിമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇവിടെ അതിഥി എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഒരു യുവതാരമായ 50 വയസ്സുള്ള നാദൃശയാണ്. നമസ്കാരം നാദൃശ. മധുസാറിന് ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. എടാ രാഘവ, നിക്കടാ അവിടെ. തെക്കയിലെ ലക്ഷ്മിയമ്മയുടെ മോളുമായി നിനക്ക് എന്താടാ ഒരു ബന്ധം? ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് എന്താ ഒരു ബന്ധം? പ്രേമമൊന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ് പുറകെ കിടന്നിട്ട് കാര്യം കഴിഞ്ഞപ്പോ നിനക്ക് അവളെ വേണ്ടതായി. അല്ലടാ പട്ടി, കൊന്നുകളി ഞാൻ നിന്നെ. ലാലു അലക്സ്, കാട്ടുകള്ളം വീരപ്പനെ പിടിക്കാൻ നമ്മുടെ ലാലുച്ചായം വന്നാൽ എങ്ങനെ? ഹലോ, വളരെ പേഴ്സണലായിട്ട് പറയുക. നീ ഞങ്ങളുടെ പോലീസുകാരെ തല്ലി അല്ലേ? തിരിച്ചു തല്ലാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. പിന്നെ നിന്റെ കയ്യിലിരിക്കുന്ന ഈ AK-47 ഞാൻ ബഹുമാനിക്കുന്നുകൊണ്ടാ. 24 മണിക്കൂർ നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ നീ കീഴടങ്ങിയില്ല എങ്കിൽ പിന്നെ ഈ പരിസരത്ത് എൻ്റെ പൊടി പോലും കാണുകയല്ല. പിന്നെ ആരാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്? പിന്നെ ബാബു നമ്പൂതിരിയുടെ. സത്യത്തിൽ എൻ്റെ കുട്ടിയായതുകൊണ്ട് പറയല്ല, അത് ബുദ്ധിയായിരുന്നു ആ കുട്ടിക്ക്. പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയച്ചു എന്ന് മാത്രം. ഇളയതിന് ഇതൊന്നും വിധിച്ചിട്ടില്ല. അതുപോലെ നാഷിക, അതുപോലെ നമ്മുടെ നവാസ്കയുടെ അച്ഛനെ ഫാദറിന്റെ അബൂക്കർക്കയുടെ ശബ്ദം അന്ന് ചെയ്ത് ഇപ്പോൾ ഗ്യാരണ്ടി അല്ല കേട്ടോ. അതാ വാത്സല്യം എന്ന് പറഞ്ഞ ഫിലിമിലെ കുഞ്ഞമാമ. നിർത്തി, വീടുകളിൽ നിർത്തി. ഇനിയിപ്പോ ശിശുരാക്കേണ്ട വിചാരം. ഇവിടെ മേലെടുത്ത് രാഘവില്ലേ, അവരുടെ പേര് കേട്ട വരക്കും. പ്രായം കൊണ്ട് ഓക്കെ, ശബ്ദം കൊണ്ട് പ്രായം കൊണ്ട് ഓക്കെ, ശബ്ദം കൊണ്ട് പോരാന്ന്. അല്ലേ? അല്ല, മറന്നുപോയി. അത് ഇങ്ങനെ അല്ല, മിമിക്രിയിലേക്ക് വരാനുള്ളൊരു അല്ലേ സാധ്യതയുണ്ട്. വീണ്ടും മിമിക്രിയിലേക്ക് വരാം. പിന്നില്ലേ സമ്മതിക്കോ ജോർജ് ചേട്ടനൊക്കെ നെട്ടുപോലെ? ജോർജ് അന്ന് ശബ്ദത്തിന്റെ ആളായിരുന്നല്ലോ. താരങ്ങളെ ആരെങ്കിലും അനുകരിക്കും? താരങ്ങളെയൊക്കെ ഞാൻ ഹരിശ്രീയിൽ ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. മറ്റ് ഓസ്കാറിലും സാഗർ, പിന്നെ കുറേ ട്രൂപ്പുകളിലൊക്കെ പിന്നെ അത് ഇടയ്ക്ക് വെച്ച് നിർത്താനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. കാരണം വേറൊന്നുമല്ല, മമ്മൂക്കയുടെ ഗൾഫിൽ പോയി വന്നതിന് ശേഷം മമ്മൂക്കയുടെ വീട്ടിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് ഫോൺ ചെയ്യുമായിരുന്നു. നമുക്ക് ആ സൗഹൃദം പുലർത്താനായിട്ട് അത് ആവശ്യം പറഞ്ഞു, ഇടയ്ക്കൊക്കെ അവരൊക്കെ വിളിക്ക്. കാരണം എനിക്ക് മാത്രമല്ല ഈ സിനിമാരന്മാർക്ക് പരിചയമുള്ളൂ, വേറെ ആർക്കും പരിചയമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജോർജ് ഫോൺ ചെയ്യണത് കേൾക്കാം, മമ്മൂക്കയുടെ ശബ്ദമൊക്കെ ഫോണിൽ കൂടിയെങ്കിലും കേൾക്കാൻ വിചാരിച്ചിട്ട് ഞാനൊക്കെ ഇങ്ങനെ നിൽക്കും. മൊബൈലൊന്നുമില്ല, സ്പീക്കർ ഫോണൊന്നുമില്ല, മറ്റേ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. മൊബൈൽ കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ആ ഒരു കാലഘട്ടമാണുള്ളത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വിളിക്കും, മമ്മൂക്കിനോട് സംസാരിക്കും. ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിൽ ബസ്സിന് വന്നിറങ്ങുന്നു, അവിടെ വന്നിട്ട് കോയിൻ ഇട്ടിട്ടാണ് വിളിക്കുന്നത്. കോയിൻ ഇടുന്നു, മമ്മൂക്കയുടെ വീട്ടിലേക്ക് സ്ഥിരം വീട്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു മാസത്തേക്ക് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ എന്തോ വിദേശ വേറെ എൻ്റെ പരിപാടിക്ക് പോയിട്ട്, ഹരിസിയുടെ പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ്. ആ ഗ്യാപ്പിൽ ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്. മമ്മൂക്കയുടെ വീട്ടിലേക്ക് പലരും ഫോൺ വിളിച്ചിട്ട് അനാവശ്യങ്ങൾ പറയുക, അപ്പോൾ ഫോൺ കൊടുക്കാത്ത പ്രശ്നം, അതൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ പതിവ് പോലെ കോയിൻ ഇടുന്നു, ബെല്ലടിക്കുന്നു, ഫോൺ അവിടെ അടുത്ത് ഒരു ലേഡി അടുത്തത് ഹലോ എന്ന് പറഞ്ഞു. അപ്പം മമ്മൂക്കയുടെ വീടല്ലേ, മമ്മൂക്കൊന്ന് കൊടുക്കോ? ഞാൻ മമ്മൂക്കയുടെ കൂടെ ഗൾഫിൽ പോയ ഒരു ആർട്ടിസ്റ്റാണ്, എൻ്റെ പേര് ജോർജ് എന്നാണ്. ഇത് മമ്മൂക്കയുടെ വീടല്ല. കട്ട് ചെയ്ത് തുടങ്ങി. ഞാനിങ്ങനെ മാറി എന്ന് ആലോചിച്ചു, അയ്യോ ഞാൻ ഈ നമ്പർ ഇത് തന്നെയാണല്ലോ, സ്ഥിരമായിട്ട് വിളിക്കണം, നമ്പറിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ മമ്മൂക്ക കൊടുക്കണമെങ്കിൽ വേറൊരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്ന്, ശ്രീനിവാസൻ്റെ വോയിസിലൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കും. അപ്പം ജോർജ് എന്നൊക്കെ പറഞ്ഞ കാര്യമില്ല. മാറിയിട്ട് ആക്ഷനൊക്കെ അതിൻ്റെ അടുത്ത് ബൂത്തിൽ നിന്ന് ആക്ഷനൊക്കെ എടുത്തിട്ട് കോയിൻ ഇടുന്നു. എന്നിട്ട് ശ്രീനിവാസൻ നിൽക്കണവരെയൊക്കെ നിന്നിട്ട് ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മൂട്ടിക്കൊന്ന് കൊടുക്കൂ, മമ്മൂട്ടിയുടെ വീടല്ലേ, മമ്മൂട്ടിക്കൊന്ന് കൊടുക്കൂ. നിങ്ങളാരാണ് സംസാരിക്കുന്നത്? നിങ്ങളാരാണ്?
ഞാൻ ശ്രീനിവാസനാണ്. മമ്മൂട്ടിക്ക് കൊടുക്കൂ. ഞാൻ ശ്രീനിവാസനാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കുറച്ചു നേരം മുമ്പ് വിളിച്ചിട്ട് ജോർജ് ആണെന്ന് പറഞ്ഞു, ഇപ്പൊ വിളിച്ചിട്ടുണ്ട് ശ്രീനിവാസനാന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണ്? നിങ്ങൾ വെച്ചോട്ട് പോടാ പാടും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇമിറ്റേഷൻ ശരിയായില്ല. ശ്രീനിവാസനും ജോർജൊക്കെ ഒരേ ശബ്ദം. പിന്നെ ഞാൻ ഓർത്ത് വെറുതെ എന്തിനാ ഓഡിയൻസിനെ വെറുതെ കഷ്ടപ്പെടുന്നത്. അതോട് ഞാൻ ഇമിറ്റേഷൻ പരിപാടി നിർത്തി. സത്യം നടന്ന സംഭവം അതൊക്കെ പിന്നീട് ഇവന്മാരൊക്കെ അറിഞ്ഞിട്ട് ലോ മുഴുക്കാൻ പാട്ടാക്കി. ജയസൂര്യയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? ഒരു പാട്ട് സ്റ്റോക്കൊക്കെ തീർന്നു. അല്ല, അമ്മ ഷോയ്ക്ക് പാടിയ പാട്ടില്ലേ, നന്നായി പാടിയിരുന്നു. അമ്മ ഷോയ്ക്ക് പാടിയ പാട്ട് മറ്റേ വാതിലിൽ അത് അമ്മ ഷോയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ സെയിം ചാനലിൽ തന്നെയാണ്. അത് സാരമില്ല, ഒന്നുകൂടി പാടാം. ഓഡിയൻസ് വ്യത്യാസം ഉണ്ടല്ലോ. അത് ശരിയാ. ഇനി എങ്ങനെയെങ്കിലും ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുന്ന പോലത്തെ കാര്യം. വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനൂരിടും ഇശലായി ഞാൻ. വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനൂരിടും ഇശലായി ഞാൻ. ചെഞ്ചുണ്ടിൽ 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 ചേർന്നു, ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. കാണാനോരോ വഴി തേടി കാണും നേരം മിഴിമൂടി, പൂമലേ നിന്നീലയോ നാണമായി വഴുതിയിലയോ, പുന്നാരം ചൊരിയുമളവിൽ അവൾ ഇളകി മറിയും ഒരു കടലായി, കിന്നാരം പറയുമഴകിൽ അവൾ ഇടറിയുണരും ഒരു മഴയായി, കളിച്ചിരി നിറവുകൾ കണിമലരിതലുകൾ പിടരി വരരുമയിലായി. ചെഞ്ചുണ്ടിൽ 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 താനേ, ചെഞ്ചുണ്ടിൽ 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 താനേ. വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനൂരിടും ഇശലായി ഞാൻ. വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനൂരിടും ഇശലായി ഞാൻ. ഏതോ കഥയിൻ വിരിനീക്കി നീല കൺമുനയെറിയുമ്പോൾ ദേഹമോ തളരുന്നുവോ, മോഹമോ വളരുന്നുവോ, നിന്നോളം ഉലകിലൊരുവളിനി അഴകു തികയുവതില്ലല്ലോ, മറ്റാരും വരളുമൊഴിയിലിനി കുളിരു പകരുവതില്ലല്ലോ, നറുമൊഴിയരലുകൾ കരളിലെ കുരുവികൾ കുറുകുവതനുപമമാ. ചെഞ്ചുണ്ടിൽ 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 താനേ, ചെഞ്ചുണ്ടിൽ 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 താനേ. വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനൂരിടും ഇശലായി ഞാൻ. വാതിലിൽ കാതോർത്തു നീ
തണലായി ഞാൻ ചെഞ്ചുണ്ടിൽ 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 ചേർന്നു ചെഞ്ചുണ്ടിൽ 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 ഗംഭീരമായിരുന്നു അല്ലേ? കാക്കി ഉഗ്രനായിട്ട്. അസലായിട്ട് പാടി. ഇതൊക്കെ എന്തിനാന്ന് നാദിർഷയ്ക്ക് മനസ്സിലായല്ലോ എന്തിനാന്ന്. പിന്നെയും പാടിക്കുന്ന നാദിർഷയുടെ പടത്തില് പാടിക്കാൻ വേണ്ടി. എന്റെ പടത്തിൽ മാത്രമല്ല, എന്റെ പടത്തിൽ ഇപ്പൊ 2 പാട്ട് ഇവര് ആർട്ടിസ്റ്റുകൾ തന്നെയാണ് പാടുന്നത്. ഇക്കാടെ പടത്തിലും കൂടി പാടാനാണ് ഇനിയുള്ള ഇപ്പൊ ഈ പാട്ട്. അതൊന്നും ഓടിക്കോട്ടെ പാടാ. നാഷണൽ പടത്തിൽ കോറസ് പണി ഞാൻ പാടാട്ടാ. കോറസ് നിങ്ങളാണോ ഈ കാസറ്റിലെ കോറസ് എന്ന് പറഞ്ഞാൽ? കോറസ് പണ്ട് ഞാൻ സ്കൂളിൽ വെച്ച് നാഷണൽ പാടുമ്പോൾ കോറസ് ഞാൻ പാടിട്ടുണ്ട്. ആ കഥ എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, ഞാൻ സ്കൂളില് ഇവര് ജോർജിന്റെ സ്കൂളിൽ ചെല്ലുമ്പോ ജോർജാണല്ലോ ഞാൻ 9 നാദിർഷ 8 വന്നേക്കണം. ഞാൻ 10 സമയത്തൊക്കെ നാദിർഷ, ഞാൻ 9 നിൽക്കുമ്പോൾ നാദിർഷ 8. ഞാൻ ക്ലാസ്സിൽ വന്ന് കഴിയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ്, ജോർജ് വന്നിട്ട് പറഞ്ഞ്, അതെ എൻ്റെ ട്രൂപ്പിൽ പാടണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. ഇപ്പൊ പേടിച്ച് നിൽക്കുക. കാരണം വെസ്റ്റേൺ ഈസ്റ്റേണിലൊക്കെ നാദിർഷയാണ് ഫസ്റ്റ്. നിക്കറിട്ട് നടക്കുന്ന നാദിർഷക്ക് ഫസ്റ്റ്. എന്നിട്ട് ഞാനപ്പോൾ പാൻറ് ഇട്ട് നടക്കണത്. അപ്പൊ എനിക്ക് പേടിയുണ്ട് നാദിർഷക്ക്. അല്ല, ജോർജ് പേടിപ്പിക്കുന്ന ഗുണ്ടായിസം പോലെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞ്, ഇത്തവണ താൻ ഗാനമേള ട്രൂപ്പിൽ എൻ്റെ ട്രൂപ്പിലായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ശരി. അപ്പോൾ അങ്ങനെ ജോർജ് KC ആൻഡ് പാർട്ടി നയിക്കുന്ന ഗാനമേള. അതെ, ജോർജ് KC ആണ് നയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പാട്ട് പാടിക്കണ എന്നെ കൊണ്ട് പ്രൈസ് മേടിക്കാൻ ജോർജ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കുന്നത് ജോർജ് KC ആൻഡ് പാർട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത് ഞാൻ. ഇപ്പോഴും നാഷണൽ സർട്ടിഫിക്കറ്റ് വീട്ടിൽ ഞാൻ കൊടുത്തിട്ടില്ല. കോറസ് അപ്പോൾ ഏതാണ് 100 ചുഴലികൾ അലരും മനസ്സൊരു മരുഭൂമി എന്നൊക്കെ പറയും ആ പാട്ടിൽ. സംഘർഷത്തില് പോയ കാല നിലവുകളെല്ലാം മുട്ടക കൂട്ടങ്ങൾ. അപ്പൊ തെല്ലകലേ ദാഹജലം ഇല്ലെവിടെ ദാഹജലം ഓ സംഘർഷം, അതാണ് കോർസ്. അത് പാടാൻ വേണ്ടിട്ടാണ് ഈ വന്നിരിക്കണത്. അത് മാത്രമല്ല ഞാൻ ജോർജ് KC ആൻഡ് പാർട്ടിയില് സംഘർഷം അത് തെറ്റിക്കുക. ആ ഒറ്റ ഓ സംഘർഷം പെട്ടെന്ന് പാടിയിട്ട് അപ്പൊ എനിക്ക് നോക്കും, ഞാനിങ്ങനെ ദയനീയമായിട്ട്, കാരണം ദേഷ്യപ്പെട്ട് നോക്കാൻ പറ്റൂല അന്ന്. അതാണ് ഞാൻ ദയനീയമായിട്ട് സംഘർഷം ആ സമയത്ത് എന്നെ നോക്കും. ഞാൻ ആ വൈരാത്തിൽ സർട്ടിഫിക്കറ്റ് കൂടെ കൊടുത്തിട്ടില്ല. ഞാൻ വീട്ടിൽ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ഒരു ഗാനമേള ട്രൂപ്പിന്റെ ഓണറായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾക്കാണ് കിട്ടുന്നത്. 3 വർഷം അടുപ്പിച്ച് ജോർജ് KC ആൻഡ് പാർട്ടി പാടുന്നത് ആവശ്യമാണ്. തല്ല് കൊള്ളാൻ ശങ്കര ഇട്ട്, അതായത് ഈ നിക്കറിട്ട് ശങ്കര പാടിന ആവശ്യം തുടങ്ങിയത് ആണല്ലേ. ഇപ്പോഴും പാൻറ് ഇട്ടിട്ട് ശങ്കര തന്നെ പാടുന്നുണ്ട്. ശങ്കര മാറുന്നില്ലല്ലോ. ശങ്കര മാറുന്നില്ല. എന്തായാലും ഈ പഴയകാല മിമിക്രി കലാകാരന്മാരായ നിങ്ങളെല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഈ കാലഘട്ടത്തിലെ ഒരു മിമിക്രി കലാകാരനെ കൂടി പരിചയപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡിൽ. വളരെ ഡൈനാമിക്കായിട്ട് മിമിക്രി അവതരിപ്പിക്കുന്ന ഒരു കലാകാരൻ അനൂപ് പാല. അനൂപിൻ്റെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപിടി സ്റ്റാർസിനെ അവതരിപ്പിക്കുന്നയാളാണ് അനൂപ് എന്ന് പറഞ്ഞത്. മിമിക്രിയിൽ നിന്ന് വന്ന സലീമേട്ടനെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് ആദ്യമായിട്ട്. അദ്ദേഹത്തിൻ്റെ 2 വ്യത്യസ്തമായ വോയിസുകൾ ചെയ്യാറുണ്ട്. സലീമേട്ടൻ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നതും സാധാരണ സിനിമയിൽ പറയുന്ന വോയിസും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏത് ടീമിലാണ്? ഇപ്പോൾ ഞാൻ നസീർക്കയുടെ കൂടെ, കോട്ടയം നസീർക്കയുടെ കൂടെ ഉണ്ട്. എന്നോട് പലരും പറഞ്ഞു, അതായത് നിന്നെ നസീർക്ക ട്രൂപ്പിലെടുക്കുകയാണെങ്കിൽ ഞാൻ പാതി മീശ പിടിക്കാമെന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ അന്നേരം അതൊരു ചലഞ്ചായിട്ട് എടുത്താൽ എനിക്ക് മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി. കാരണം എനിക്ക് ഒരുപാട് ആരാധിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ അല്ല പുള്ളി നമുക്ക് തരണമെന്നില്ല, ഇക്ക നമുക്ക് ഒരു അവസരം തരണമെന്നില്ല, എന്നാലും ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ പുള്ളി പറഞ്ഞതിന് പിറ്റേ മാസം എന്നെ ഇക്ക വിളിച്ചു, അനൂപേ ഒരു ഷോ ഉണ്ട് കേട്ടോ കോട്ടയത്ത്, അങ്ങോട്ടൊന്ന് വരണം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഇങ്ങോട്ടുള്ള എല്ലാ ഷോയും ഇക്കാനെ മാത്രം വിളിക്കുന്ന ഷോയ്ക്ക് പോലും എന്നെ കൊണ്ടുപോകാൻ ഇടയായിട്ടുണ്ട്. ആദ്യം സലീമേട്ടൻ്റെ ആ സിനിമയിലെ വോയിസ്. മൈക്കിൾ ഏലിയാസ് ജാക്സൺ ഏലിയാസ് നീ ആരാ? ആരുടെ വന്നു? അവൻ ഉണ്ണിയുടെ കൂടെ വന്നു, അവന്റെ കൂടെ നീ വന്നു. ഇനി നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഐ ഞാൻ പറഞ്ഞോ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞ മതി, തൽപരകക്ഷിയല്ല. ഇനി സാധാരണ സിനിമയിലില്ലാതെ ഇന്റർവ്യൂ ഒക്കെ പറയുമ്പോഴുള്ള ശബ്ദത്തിലെ മാറ്റം. ആദ്യമേ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം
ഒരു സംഭവം ഉണ്ടായി. ആദ്യം ആ സംഭവത്തിന്റെ കാര്യം ഞാൻ പറയാം. നമ്മുടെ ഋത്തിക് റോഷൻ 6 പാക്കാണ്, ഷാരൂഖ് ഖാൻ 8 പാക്ക ഏതെന്നാണെന്നാണ് തോന്നുന്നത്, ജയസൂര്യ 6 പാക്കാണ്. കഴിഞ്ഞ ദിവസം ഇവരൊക്കെ നായകന്മാരാണ്. അവരും മെലിഞ്ഞപ്പോഴത്തേക്കും ആരും ഒന്നും ചോദിച്ചില്ല. ഞാൻ മെലിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കാണ്, എന്തു പറ്റി, മേലാഴികയാണാ? അത് ഞാൻ മെലിഞ്ഞതാണ്, അല്ലാതെ മേലാഴിക്കൊന്നുമില്ല. ഇവർക്കൊക്കെ 6 പാക്ക് ആണെങ്കിൽ പിന്നെ എനിക്ക് 6 പാക്ക് ആയിരിക്കൂടെ? ഇനി സുരേഷ് കൃഷ്ണ വില്ലൻ കഥാപാത്രമൊക്കെ ചെയ്യുന്നു. സാറുമാർ പഠിപ്പിക്കുമ്പോ കയ്യോ കാലോ തട്ടിന്ന മുട്ടിന്നൊക്കെ ഇരിക്കും. അതിനൊക്കെ മറ്റേ അർത്ഥം കാണുന്നത് ഇവിടെ മനസ്സിലിപ്പോ വേറെ ആയതുകൊണ്ടാ. അതിന്റെ പേരിൽ പള്ളിക്കുടത്തിന്റെ പടിവാതിന് പോലും കാണാത്തതും വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പട്ടി പറയും മാപ്പ്. സിനിമയിൽ ഇമോഷണൽ അഭിനയിക്കാൻ സംവിധായകർ സമ്മതിക്കാറില്ല. ഇപ്പൊ നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? എന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതുപോലെ തന്നെ വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ട് വന്ന ബാബുരാജ്, അദ്ദേഹം ഈയിടയ്ക്ക് ആഷിഖ് കപൂറിന്റെ സിനിമയിലൂടെ കോമഡിയിലേക്ക് മാറി. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ കോമഡി ടോണിലുള്ള വോയിസ്, ശശിയേട്ടാ ഇതൊന്നും എടുത്തേരെ, മല്ലിപ്പൊടി 100, മുളക് പൊടി 50, ഉള്ളി 1 കിലോ, 2 രാധാസും. സാറ് പോയിട്ട് എത്ര ദിവസമായി? മിനിഞ്ഞാന്ന് സാറ് വരുമെന്ന് കരുതി നല്ല നാടൻ കോഴിക്കറി ഉണ്ടാക്കി വെച്ചു. എന്നിട്ടെന്താ, ഞാൻ തന്നെ കഴിച്ചു തീർത്തു. സാറിനൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൂടെ? അല്ലേലും കുടിയന്മാർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ല. അതുപോലെ ഭീമന്റെ ഉസാർ, അദ്ദേഹത്തിന്റെ ആ പഴയ വോയിസ് കേൾക്കാം. അതിനുശേഷം ശബ്ദത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ രാമനെഴുതി വെച്ച് ഇവർ എന്നോടൊരു ചോദ്യം, എന്താ മിസ്റ്റർ ശങ്കരനാരായണൻ ഒരു ട്രാൻസ്ഫർ കഷ്ടപ്പെടല്ലോ, നമ്മക്ക് ഓർഡർ ഉണ്ടെന്ന്. വിനാശകാലേ വിപരീത ബുദ്ധി. ഇനി ഭീമൻ സാർ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്തുണ്ട് കോമഡിയും അദ്ദേഹത്തിന്റെ സംഭവവും സംഗതികളും എല്ലാം. അപ്പൊ പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരതല്ലൂരമ്മേ, തിരുവഴസിൽ ഭദ്രദീപം തെളിയുന്നു, മഞ്ഞളിഞ്ഞ മാകേന്തു തീലാപര. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരതല്ലൂരമ്മേ. ഇനിയിപ്പോ നമ്മുടെ ക്ലാസ്മേറ്റിലൂടെ മലയാള സിനിമയിൽ വന്ന അനൂപ് ചന്ദ്രൻ. അളിയ ഫസ്റ്റ് വീക്കോമിനോട് സുഷമയുടെ കല്യാണം അളിയ നാളെ. അവക്കറിയാമോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 വർഷമായി ഞാനവളെ പ്രേമിക്കാറുണ്ട് അളിയ. ഇച്ചായൻ എന്നാത്തിനാ എല്ലാ ശനിയാഴ്ചയും കള്ള് മേടിച്ചു കൊടുത്ത് ഈ അപ്പച്ചനെ ചീത്തയാക്കുന്നേ? വേണേ എന്നെ ചീത്തയാക്കൂ, ഞാനൊന്നും പറയത്തില്ല. അതുപോലെ ന്യൂ ജനറേഷൻ താരവും നമ്മുടെ ഭരത് മമ്മൂക്കയുടെ പുത്രനുമായ ദുൽഖർ സൽമാൻ. ഇടവപ്പത്തിന്റെ കഥ എന്താ ഉപ്പ? ഉപ്പ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞാൽ അതിനതിൻ്റെതായ പ്രോസീസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ കിടക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ആയിക്കൂടെ? ഉപ്പ എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇച്ചാതി വർത്താനം എന്നോട് പറയില്ലായിരുന്നു ഉപ്പ. അതുപോലെ തന്നെ മറ്റൊരു ന്യൂ ജനറേഷൻ താരമാണ് നമ്മുടെ ആസിഫ് അലി. തൊടുപുഴക്കാരനാണ് ആസിഫ് അലി. അതെ, ആർട്ടിക്കലാണോ വീട്? ആർട്ടിക്കൽ HDFC ബാങ്കിൽ ജോലി ചെയ്ത ഒരു ഭാസ്കര വരനെ അറിയോ? അതെയോ, ഈസ് മൈ ക്ലോസ് ഫ്രണ്ട് ഫ്രം ബാംഗ്ലൂർ. പ്രശ്നം ഫോണിന്റെ വീടിന്റെ ഒന്നുമല്ല, ഇങ്ങേർക്ക് പെൺകുട്ടിയോട് സംസാരിക്കാൻ അറിയാത്തോണ്ടാ. അതറിയാക്കി വിളിച്ചൊരു സോറി പറഞ്ഞൂടെ? ദോശ എടുക്കണില്ലേ ബൂപ്പോ? തമിഴിലൊരു താരമായാലോ, വിജയ്. என்ன அப்படி தான் நான் பார்ப்போம். இல்லை என்ன ட்ரெயினில் பார்க்குறேன், அப்படி பார்த்துட்டு என்ன ஊன்னு சிரிக்கிறேன், இல்லை என்ன ஈன்னு அழுகுற. வேற என்ன செஞ்ச நீ? கொஞ்சம் உப்புமா விட வேணும்னு கேட்கலையே. என் மேலே கை வைக்கிறதுக்கு முன்னாடி 100 வாடி யோசிக்கணும். இல்லை உன்னால யோசிக்கவே முடியாது. അവസാനമായി പൃഥ്വിരാജ്. എടി ചെങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മോളി ചന്ദ്രിക, നീ എന്നതാടി കരുതിയേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞ് പോയാൽ ഈ രമണൻ കെട്ടിത്തൂങ്ങിക്കിട നാട് വന്നോ? അത് പണ്ട്.
ഇന്ന് ഈ കഴുത്തിൽ ഒരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും മോളെ. ചാവാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്. അവൻ മുമ്പിൽ വന്ന് നമ്മുടെ ചോക്ലേറ്റിലെ ക്ലൈമാക്സ് പൊളിച്ചിട്ടുണ്ട്. അസലായിരുന്നു. ഒരു പെർഫെക്റ്റ് അല്ലേ, വളരെ പെർഫെക്ഷൻ, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും അനൂപിന് ഈ വേദിയിൽ ഒരുപാട് ഇനിയും വലിയ വലിയ ഷോകളിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. അതുപോലെ മലയാള സിനിമയിലേക്ക് വരാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ എന്തായാലും ഈ ചിരിമയുടെ ഈ വേദിയിൽ ജയസൂര്യ വരികയും ഒപ്പം പഴയ സുഹൃത്തുക്കൾ വരികയും നിങ്ങളുടെ ഒരുപാട് അനുഭവങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെക്കുകയൊക്കെ ചെയ്തതിന് ഈ അസോസിയേഷൻ്റെ പേരിൽ, മഴവിൽ ചാനലിൻ്റെ പേരിൽ, ചിരിമയുടെ എല്ലാ പ്രവർത്തകരുടെയും പേരിൽ ഒരുപാട് ഞാൻ അങ്ങോട്ട് നന്ദി പറയുകയാണ്. കാരണം നാഷികയുടെയും ജോർജേട്ടൻ്റെയൊക്കെ കൂടെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു പഴയ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ, മിമിക്രി ഗാനമേള അല്ലെങ്കിൽ മിമിക്സ് ഗാനമേളയൊക്കെ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ നാഷികയുടെയും ജോർജേട്ടൻ്റെയും സിദ്ദിഖയുടെയൊക്കെ കൂടെ നിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു നല്ലൊരു മൊമെൻ്റായിട്ട് തന്നെ ഞാനും ഇതിനെ കാണുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. പോലീസുകാരെ കൊണ്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. നശിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തിനാണ് കൊടുത്ത് ചിരിക്കുന്നത്? കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? ഇല്ല. കഴിക്കരുത്. അതെന്താ കഴിച്ചാല് എന്നെ പോലെ ആവും? അല്ലെങ്കിൽ അതെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പെണ്ണുങ്ങൾ എണ്ണം വളരെ കുറവാ. അതെന്താ അങ്ങനെ പറയണേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഒരു പെണ്ണിനെ 10-40 പേർ ചേർന്ന് പീഡിപ്പിക്കുന്നത്. നിനക്ക് അതെ, സത്യം വിളിച്ചു പറയുന്ന ആൾക്കാരെ സമൂഹം എന്നിങ്ങനെ വിളിക്കും, ഭ്രാന്താന്ന്. ഭ്രാന്താ. ഇല്ല സാറേ, വീട്ടിൽ പോകാൻ പറ്റില്ല. വീട്ടിൽ പോകാൻ പറ്റില്ല? എന്താ വീട്ടിൽ പോയാ? ഭാര്യക്ക് സുഖമില്ല. ഭാര്യക്ക് സുഖമില്ലെങ്കിൽ നട്ടപ്പാതിരക്ക് ഇവിടെ വന്നാണ് കിടക്കണത്. വീട്ടിൽ പോടാ. അതല്ല, ഞാൻ വീട്ടിൽ പോയി ഭാര്യക്ക് സുഖം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇവിടെ വന്ന് നടക്കണത്. വീട്ടിൽ ചെന്നാൽ ഭാര്യക്ക് സുഖം ഉണ്ടാവില്ല. നിന്റെ ഭാര്യ തല്ലാറുണ്ടോ? തല്ലാറുണ്ടോ? നല്ലോണം തല്ലും. എന്റെ വീട്ടിലെ പോലെ നീ അപ്പൊ തിരിച്ചല്ലാറില്ലേ? ഇല്ല. എന്താ? ഇടിയോടിയാ സാറേ. എന്റെ വീട്ടിലെ പോലെ തന്നെ. എടാ, പെണ്ണുങ്ങളുടെ തല്ലു കൊണ്ടുവച്ച് നടക്കാൻ നാണമാവില്ലടാ. ഒന്നുമില്ല, മീശ വെച്ച ഒരു ആണാന്ന് പറഞ്ഞ് നടക്കാൻ നിനക്ക് നാണമാവില്ലടാ. എന്താ നിന്റെ പേര്? പുരുഷൻ. എന്റെ പേര് ശശി. ഞാൻ പാലക്കാട് മുണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരികയാണ്. ഈ സൗണ്ട് കേട്ടാണ് ഏത് പാതിരാത്രി ആളുകൾ കേറി ഡാൻസ് കളിക്കും. നിന്റെ പണി? ഞാൻ ഡാൻസിന്റെ ആളാണല്ലോ. ആണോ? പോയി കിടക്കടാ, പോടാ. ഡാൻസിന്റെ ആള് ഡാൻസ് കളിക്കാൻ വന്നേക്കണം. അല്ല പിന്നെ നല്ല ധൈര്യം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, എന്നെ പോലത്തെ സെയിമായി. അത് ഞാൻ ചോദിക്കണത് സാറിന് ഈ ധൈര്യമൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ധൈര്യമൊക്കെ ഞങ്ങൾ പാരമ്പര്യമായിട്ടുള്ളവരല്ലേ. പിന്നെ എന്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു. അച്ഛൻ പട്ടാളത്തിലായിരുന്ന സമയത്ത് എന്നെ പട്ടാള കമ്പി ഓണിക്കാൻ വേണ്ടി അച്ഛൻ കൊണ്ടുപോയി പാകിസ്ഥാന്റെ അതിർത്തിയിലേ. ഞാൻ അതിർത്തി ചെന്ന് നിൽക്കുമ്പോ ഓപ്പോസിറ്റ് കുറെ പാകിസ്ഥാൻ പട്ടാളക്കാർ നേരെ നിൽക്കും. അതിൽ നിന്നൊരു പാകിസ്ഥാൻ പട്ടാളക്കാരന്റെ തോക്കിന്ന് ഇങ്ങനെ പോയിട്ട് വന്ന ഒരു വെടി. പാലക്കാട് മുണ്ടൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്. ഒറ്റയടിക്കുന്നതിന്റെ മുണ്ടിയാണ് ഉരുക്കളഞ്ഞ. എന്താണ് നിന്റെ പണി? ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, എനിക്ക് ഉറക്കം വരുന്നു സാർ. അല്ല പിന്നെ
മാറിയില്ലടി. മഞ്ഞ സാരി, മഞ്ഞ ബ്ലൗസ്, മഞ്ഞ പൊട്ട്, മഞ്ഞ പേഴ്സ്, മഞ്ഞ പൂവ്, ഇതൊക്കെ കൊടുത്തോണ്ട് നട്ടപ്പാതിരിക്ക് ഇറങ്ങി നടക്കുന്നതിനോട് ആരോട് പറഞ്ഞ സാറേ? അതെ, ഈ പാതിരാത്രിക്കൊക്കെ ഒറ്റയ്ക്ക് വരാവോ? സാറിന് വീട്ടിൽ വലിയ അമ്മയമ്മമാരൊക്കെ എന്നാ നമുക്കൊരു ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോയാലോ? ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോകാൻ. അല്ല സാറേ, ഇന്നലെ ഒരു പൂവാലിനെ പിടിച്ച് സ്റ്റേഷൻ ഇട്ടല്ലോ, അവൻ ഇന്ന് കാണാനില്ല. എവിടെ പോയി? അപ്പൊ നമ്മുടെ വനിതാ കോൺസ്റ്റബിൾ ആയിട്ട് സെക്കൻഡ് ഷോക്ക് പോയി. ബെസ്റ്റ് സംഭവല്ലേ? കാണാ മിനിങ്ങാന്ന് കടപ്പുറത്ത് ചീട്ടുകളിക്കാരെ പിടിച്ചു. പിടിച്ചു, കുറച്ച് കാശ് കിട്ടിയില്ല. കിട്ടി. എന്നിട്ട് അതൊക്കെ എന്ത്? അത് ക്ലബിൽ കൊണ്ട് ചീട്ട് കളിച്ച് മൊത്തം പോയി. വൃത്തി കെട്ടവനാ. ഇവനെ കൊണ്ട് വലിയ പാടായില്ല. എന്താ ശശിയേ, ഒന്ന് നിർത്തി. എന്റെ പേര് ശശി. ഞാൻ പാലക്കാട് മുണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരികയാണ്. എന്താ നിന്റെ പണി? ഞാനിത് കരകാട്ടൊക്കെ കാട്ടി നടക്കലല്ലേ പണി. എന്ത് കാട്ടം? കരകാട്ടം. ആര് കാട്ടും? ഞാൻ കാട്ടും. ഇപ്പൊ നീ എവിടെയാ കാട്ടിയത്? ഞാൻ കഴിഞ്ഞ അമ്പലത്തിൽ കാണിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കാണ്. ബസ്സില്ലാത്ത കാട്ടം ഇവിടെ കിടന്നതാണ്. ആണാ? ഈ കരകാട്ടം അല്ലാത്തപ്പ ശശിക്ക് വേറെന്താ പരിപാടി? ഞാൻ വലിയ വലിയ പനന്റെ ഒക്കെ മുകളിൽ കയറി കള്ളി എത്തും. എങ്ങനെ? വലിയ വലിയ പനന്റെ ഒക്കെ മുകളിൽ കയറി കള്ളി എത്തും. കള്ളി എത്തും. അപ്പൊ ഈ പനയുടെ മുകളിൽ കേറാനാണോ പാട്, ഇറങ്ങാനാണോ പാട്? കേറാനല്ല പാട്, ഇറങ്ങാനല്ല. പിന്നെ അവിടുന്ന് വീണ് കഴിഞ്ഞാൽ നീച്ച് പോവാനാ പാട്. അല്ല, അപ്പൊ അതിന് മാത്രം കള്ളൊക്കെ പാലക്കാട് ഏരിയയിലുണ്ടോ? പിന്നെ കള്ളു കുടിച്ച് മരിക്ക. ആണോ? അത്ര കള്ളുണ്ടോ? അത്ര കള്ളില്ല. പിന്നെ ഉള്ള കള്ളിൽ വിഷട്ടര പെട്ടെന്ന് കത്ത് പോയിക്കോളും. അല്ല, വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടികൾ വല്ലതും ഉണ്ടോ? ഞാൻ വേറെ പരിപാടി എന്ന് പറഞ്ഞല്ലേ, നടന്മാരെ കുരലെടുക്കും. നടന്മാരുടെ കുടലെടുക്കോ? കുടലല്ല കുട്ടി, കുരല് സൗണ്ട് അസലായിട്ട് കളിക്കും. നടന്മാരെ മൂക്കറി പാലക്കാട് മുണ്ടൂരെ കാണിക്കുമ്പോലെ ആൾക്കാർ തീർത്ത് വന്നാ പോകും. മോഹൻലാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളിക്കട്ടെ. ഇത് കാണിക്കാൻ പോണു മറ്റാരുമല്ല, ശശി മുണ്ടൂര്. ഞാൻ കാണിച്ചാൽ മതി. കാണിക്കാൻ പോണു മറ്റാരുമല്ല, ശശി മുണ്ടൂര്. കാണിക്കണം. സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് കയറി ചെന്നത് ഒരു നരിന്റെ മടയിൽ. നരിക്കണ്ട വല്ലത് അറിയണു, പൊറാട്ട കയറുന്ന പോലെ കയറിയത് സംഭവം മഹാദേവ. ഇത് കളിച്ച് കഴിഞ്ഞാലേ എന്നെ കമ്മറ്റിക്കാർ എടുത്തിട്ട് ഒരൊറ്റ പോക്കാണ്. എന്നിട്ട് സോഡ, സർബത്ത്, ജ്യൂസ് ഒക്കെ മേടിച്ചു തരും. അത്രയ്ക്ക് അവർക്ക് പരിപാടി ഇഷ്ടപ്പെട്ടല്ലേ എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ഈ കോഴിയെ കൊല്ലുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ലേ, അതായിരുന്നു അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഞങ്ങളുടെ അവിടെ ദേവീക്ഷേത്രത്തിലില്ലേ ഭയങ്കര വിശ്വാസമാണ്. ശശിനെ കണ്ടാലും പറയും ഭയങ്കര ഭക്തിയുള്ള ഒരാളാണ്. ഞങ്ങളുടെ ദേവീക്ഷേത്രത്തിൽ ഞാൻ രാത്രി നിന്നിട്ട് ഇങ്ങനെ തൊഴുതോണ്ടിരിക്കാണ്, ദേവിയെ കാക്കടേന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ കഴുത്തിൽ ഒരു ഒറ്റ പിടുത്തം. ദേവിയോ? അല്ല, പിന്നെ കമ്മറ്റിയിലെ ബാബു. എന്തിന്? ഭണ്ഡാരത്തിന്ന് പൈസ എടുത്ത നായ കൊല്ലുന്ന്. എടാ, കട്ടും മോഷ്ടിച്ചോണോടാ ജീവിക്കാൻ പഠിക്കണത്? അതന്നെ, ഞങ്ങളുടെ അവിടെ ഭയങ്കര അത്ഭുതങ്ങളാണ്. എന്താ അത്ഭുതം? ഭയങ്കര അത്ഭുതങ്ങൾ. എന്റെ കയ്യിൽ തന്നെ ക്ലോക്ക് ആണോ അതോ വാച്ചാണോ? അത് വാച്ചാണ്. അത് ഭയങ്കര അത്ഭുതമുള്ള വാച്ചാണ്. അത്ഭുതമുള്ള വാച്ച്. 40 വർഷം മുമ്പല്ലേ എന്റെ മുത്തശ്ശ കിണറ്റിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോ ആ വാച്ച് ഒരു താഴെ പോയതാണ്, കിണറ്റി പോയതാണ്. പിന്നെ ഇന്നലെ മണ്ണെടുത്തപ്പോ അവിടുത്തെ പിള്ളേർക്ക് കിട്ടി. ഒരു കുഴപ്പമില്ലാണ്ട് ഓടി കളിക്കല്ലേ. 40 വർഷം കഴിഞ്ഞിട്ടോ? 40 വർഷം കഴിഞ്ഞു. അത്ര അത്ഭുതമുള്ള വാച്ചുകളാണ്. ഇതൊക്കെ എന്താ അത്ഭുതം? എന്റെ വീട്ടിൽ നടന്നാണ് അത്ഭുതം. എന്താ അത്ഭുതം? എന്താ അത്ഭുതം? ഇതുപോലെ തന്നെ 10-45 വർഷം മുമ്പ് 55 വയസ്സുള്ള എന്റെ മുത്തച്ഛൻ കെന്റി പോയി. മിനിഞ്ഞാന്ന് വെള്ളം പറ്റിച്ചപ്പോ കയറി വന്നു. ഇപ്പൊ മുത്തച്ഛന് ഒരു കുഴപ്പമില്ല, പയറ് പോലെ തുള്ളിച്ചാടി കിടക്കണം. അപ്പൊ ഈ 40 വർഷം നിങ്ങളുടെ മുത്തച്ഛൻ കിണറ്റിന്റെ അടിയിൽ എന്തെടുക്കായിരുന്നു? നിന്റെ മുത്തച്ഛന്റെ വാച്ചിന് കീ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരിക്കണത് എന്റെ അമ്മയാണ് സത്യം. ഒന്നുമില്ല സാറേ. ഒരു കാലിച്ചാക്ക സാറേ. കാലിച്ചാക്ക അങ്ങോട്ട് തുറക്കടാ. വിളക്ക്, പാത്രം, കിണ്ടി, ഇതൊക്കെയാണോ അതിനകത്തൊക്കെ? എവിടെ നടിച്ചു മാറ്റിയതാടാ സാറേ? ഈ കാലിച്ചാക്ക പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കിണ്ടിയും വിളക്കൊക്കെ എടുത്ത് ഇതിനകത്തിട്ടല്ലേ. പറഞ്ഞോടാ, എവിടെ നടിച്ചു മാറ്റിയതാടാ ഇത്? സാറേ, ഒരാൾ ഗിഫ്റ്റ് തന്നാണെന്ന്. ഗിഫ്റ്റോ? ഈ പാതിരാത്രിക്ക് ആരാ നിനക്ക് ഗിഫ്റ്റ് തരുന്നത്? ഒരാളെ കൊല്ലാതിരിക്കാൻ അയാൾ ഗിഫ്റ്റ് തന്നതാ. ഒരാളെ കൊല്ലാതിരിക്കാൻ അയാൾ ഗിഫ്റ്റ് തന്ന സാധനങ്ങളാ. കൊല്ലാതിരിക്കാൻ ഗിഫ്റ്റ് കൊടുത്തേക്കണം. പിന്നെ സാറെന്നെ കൊല്ലാതിരിക്കൂ. എന്തിനാടാ ഞാൻ നിന്നെയൊക്കെ കൊല്ലണത്? എന്നാ ഇത് പിടി. എന്തിനത്? സാർ എന്നെ കൊല്ലാതിരിക്കുന്നു. സാറിന് എടുത്തോ ഗിഫ്റ്റ്. വടക്കോട്ട് മാത്രമേ വണ്ടിയുള്ളൂ, തെക്കോട്ടൊന്നും വണ്ടികളൊന്നുമില്ല. എവിടെയാ സ്ഥലം? ഓച്ചിറ. ഓച്ചിറയിലുള്ളവരൊക്കെ ശ്വാസം പൊട്ടി ചത്ത് കാണുമല്ലോ. അതെന്താ? ഉള്ള ഏറ് മുഴുവൻ നീ വലിച്ചു കയറ്റി പിടിച്ചേക്കല്ലേ. ശ്വാസം വിടാതെ. എന്താ നിന്റെ പേര്? ഓച്ചിറ രമണൻ എന്ന് പറയും. ആര് പറയും? നാട്ടുകാർ പറയും.
അതെ. പിന്നെ ഞാനും പറയും. എന്താ പരിപാടി എന്താ? ഞാൻ ഈ നാടകത്തിലാണ്. അത് ശരി. മനസ്സിലായില്ല? 2000-ൽ പരം നാടകവേദികളിൽ വ്യത്യസ്തമായ നായക വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ ഓച്ചിറ രമണനെ മനസ്സിലായില്ല? പേര് സമിതിയിലാ കളിക്കണേ? അമ്മയുടെ കൂടെയാ. അപ്പൊ അമ്മ നാടക നടിയാണല്ലേ? അല്ല, അങ്കമാലി അമ്മ. അപ്പൊ അടുത്ത വർഷം കൊല്ലം മധുല്യ. അതുമില്ല ഇതുമില്ല, അതന്നെയാണ് കാര്യം. ഞാൻ ആവശ്യമില്ലാതെ വർത്താനം പറയല്ലേ, ഞാൻ പറഞ്ഞോളൂ ഇതൊക്കെ. വെറുതെ കിടന്ന് ചുമ്മാ മനുഷ്യനെ ചുറ്റിക്കാൻ വേണ്ടി എന്നൊക്കെ ആരാടോ പോലീസിലെടുത്തത്? സാർ, കാക്കിട്ടെന്ന് വെച്ച് കലാകാരന്മാരെ അവഹേളിക്കരുത്. അതെ സാറേ, കാക്കിയിട്ടൊരു അവഹേളിക്കരുത്. ഇങ്ങോട്ട് പറഞ്ഞേ, ദേ ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ട്. ഈ കാക്കിക്കുള്ളി കലാകാരനല്ല, പിന്നെ ഒരു കണ്ടാമൃഗത്തെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അയ്യോ, അങ്ങനെ പറയരുത്. നാടകത്തിൽ വലിയ അവസരം പറ്റതും. ഞാൻ തിരുപ്പതി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മിക്കത് ബലാസൊക്കെ സീനാന്നേ ഉള്ളൂ. അപ്പൊ തനിക്ക് നാടകത്തിൽ റോള് കിട്ടും. എന്താ സാറേ? കർട്ടൻ പൊക്കണ റോൾ. പുച്ഛിക്കരുത്. എന്റെ ദൈവമേ, ഇതാരായി വന്നേക്കണത്? ടിവിയിലുള്ള മിനിക്കുട്ടിയല്ലേ? എന്റെ ദൈവമേ, എന്റെ വീട്ടിലൊക്കെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? എന്റെ ഭാര്യക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും നമ്മുടെ റിയാലിറ്റി ഷോയിലെ മിനിക്കുട്ടി. ഞാനൊന്ന് തൊട്ടോട്ടെ. അയ്യോ, ഇതാരേത്? എന്റെ ഡാഡി. ഓ, അൺബിലീവബിൾ. അല്ല, വിശ്വസിക്കാനേ സാധിക്കുന്നു. അത് പറ്റണം. ഈ പെൺകുട്ടികൾ ജീൻസ് ധരിക്കാൻ പാടില്ല എന്നാണ് ദാസേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ആരാ? ദാസേട്ടൻ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ ജീൻസ് ധരിക്കാൻ പാടില്ല. അത് ജീൻസ് പാടില്ല. ജീൻസ് പാടില്ല. പാടില്ല അത്. അത് ശരി. യേശുദാസ് പാടും, യേശുദാസിന്റെ മോൻ പാടും, ചിത്ര പാടും. പിന്നെ പെൺപിള്ളേർക്ക് മാത്രം പാടില്ലാത്ത എന്താണ്? അയ്യോ, അതല്ല പുള്ളി ഉദ്ദേശിച്ചത്. പെൺകുട്ടിയുടെ ഇത്ര വസ്ത്രധാരണം പാടില്ല എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഓ, അതുകൊണ്ടായിരിക്കും മൂപ്പര് ഇവിടെ വിട്ട് അമേരിക്കയിൽ പോയി താമസിക്കുന്നത്. അവിടെ ആകുമ്പോ ഒന്നും ഉണ്ടാവില്ല. എന്നാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം. കണ്ടുപഠിക്കണോ? എന്ത് താരത്ര 2000 സ്റ്റേജിൽ 30 വർഷക്കാലം നാടകത്തിൽ അഭിനയിച്ച് ആരെങ്കിലും കണ്ടാ തിരിച്ചറിയുന്നുണ്ടാ? ഇല്ലല്ല. ഇത് കണ്ടില്ലേ, 2 എപ്പിസോഡിൽ ചാനൽ ചെയ്തോളും പാട്ട് പാടി എല്ലാരും തിരിച്ചറിയുന്നു. കണ്ടില്ലേ? അതാണ് ചാനലിന്റെ ഗുണം. ഇത് ചാനൽ ഗുണമല്ല, അവൾക്ക് കഴിവുള്ളതുകൊണ്ട് അവള് ഗ്രേറ്റ് ആയത്. മനസ്സിലായോ? എങ്ങനെ? അവൾക്ക് കഴിവുള്ളതാണ് എന്റെ മോള് നന്നായത്. കഴിവില്ലേ കുഴപ്പമില്ല. കുറച്ച് പ്രാവശ്യം ചാനലിൽ വന്നാ എല്ലാരും അറിയും. ലോകപരിചയം എന്നെ പഠിപ്പിക്കല്ലേ, എന്നെ പഠിപ്പിക്കരുത്. നിങ്ങളെക്കാൾ ലോകപരിചയമുള്ള ആളാണ് ഞാൻ. അതല്ല ഞാൻ ഭ്രാന്തനായി പോയത്. എനിക്ക് ലോകപരിചയമില്ലാതെ. അയ്യോ, മേപ്പെന്തിനാ? ഇതെന്തിനാ? ഇത് മാപ്പ്. ഇതെന്താ മാപ്പ്? ഇത് ലോക മാപ്പ്. ഓക്കെ അല്ലേ? അയ്യോ, അതെന്തിനാ കീറിക്കളഞ്ഞ? നല്ല മാപ്പല്ലേ ഈ മാപ്പ്. ഞാൻ അങ്ങനെ കീറി ഇത് നിനക്ക് ഒന്നാക്കാൻ പറ്റുമോ? എങ്കിൽ നിനക്ക് ലോകപരിചയം ഞാൻ തെളിയിക്കാം. ഇതൊന്നാക്കണോ? ശരി, ഓക്കെ. ഇപ്പൊ അടുത്ത കളി. സാർമാരെ ശ്രദ്ധിച്ചോ, ഇവനെ കൊണ്ട് പറ്റില്ല, പറ്റില്ല. ഞാൻ കൊടുത്ത മാപ്പാന്ന് എനിക്കറിയാം, അറിയാം. മുണ്ടെടുക്ക്, ഞാൻ പറഞ്ഞ കേക്ക്. അവനെ കൊണ്ട് പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഒന്ന് തൊട്ടോട്ടെ. ഫോട്ടോഗ്രാഫ് മാത്രം തൊടാൻ പാടില്ല കേട്ടോ. മോളെ അവിടെ നിന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ലോക മാപ്പ്? എന്റെ ദൈവം, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ. കേരളത്തിന്റെ ഇന്ത്യയുടെ ഒക്കെ മാപ്പാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാറ്. പിന്നെ ഇത് ഇത്രയും കിടക്കുന്ന സാധനം നിമിഷ നേരം കൊണ്ട് ഒട്ടിച്ചെടുത്തപ്പോഴേ ഇയാൾക്ക് വട്ടൊന്നുമില്ല. ഇയാൾ തികഞ്ഞ ബുദ്ധിമാൻ തന്നെയാ. അല്ല, ഇത് എങ്ങനെ സംഭവിച്ചു? എങ്ങനെയാ സംഭവിച്ചതാ? ഇത് നോക്കിയേ. എന്താ? ഇപ്പുറത്തെ ഒരു മനുഷ്യന്റെ പടം ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചപ്പോ ഇത് കറക്റ്റായി. ഇതാ പറഞ്ഞത്, ഒരു മനുഷ്യൻ നന്നായാൽ മതി ഒരു രാജ്യം നന്നാവാൻ.